ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സാലിം മുബാറക്ക. ഞാൻ ഒരു പുതിയൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലായിരുന്നു ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു മലയാളത്തിൽ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ മെയിനായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ബിടെക് കഴിഞ്ഞ അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർ അതുപോലെ തന്നെ ITI എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ അങ്ങനത്തെ ഇലക്ട്രിക്കൽ ബേസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുടെ പ്രധാനപ്പെട്ട പാഠങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥിരമായി ഒബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു 50 ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിലും 40 to 50 ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധിച്ച ചില വിവരണങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഏകദേശം എല്ലാ ചാപ്റ്ററുകളും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. വരും ദിവസങ്ങളിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അതുപോലെ തന്നെ DC മെഷീൻ മെഷർമെന്റ് അങ്ങനെ എല്ലാവിധ ഒട്ടുമിക്ക ചാപ്റ്ററുകളും ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു ചാനലിൽ കൂടി. അപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു PPT പ്രിപ്പറേഷൻ കാര്യങ്ങൾ മാത്രമേ പെൻഡിങ് ഉള്ളൂ. അത് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫോർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ദ മോസ്റ്റ് സ്യൂട്ടബിൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്കൊരു ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഏതൊരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നേരം നമുക്ക് ആ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നേരം ആ മോട്ടോറിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ടോർക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ടൈമിൽ ആ തുടങ്ങുന്ന ടൈമിൽ കിട്ടണം. അങ്ങനത്തെ ഒരു ഇൻഡക്ഷൻ മോട്ടോറാണ് നമുക്ക് വേണ്ടിയതെങ്കിൽ ഏത് മോട്ടോറാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നാണ് നമ്മൾ ഓപ്ഷൻ. ഓപ്ഷൻ എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ, ഓപ്ഷൻ ബി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, ഓപ്ഷൻ സി ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഡീപ് ബാർ ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ നമ്മുടെ ഉപയോഗം എന്താണ്? ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നേരം നിങ്ങൾക്ക് ഹൈ സ്റ്റാർട്ടിങ് മാക്സിമം ആ മോട്ടോറിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ടോർക്ക് കിട്ടണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ഏത് മോട്ടോറാണ് ഉപയോഗിക്കാന്ന് ആണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായി പറയാണ്, നിങ്ങൾ ഈ ഇൻഡക്ഷൻ മോട്ടോർ എന്നുള്ള ഈ വീഡിയോ കാണുന്നേരം എൻ്റെ സജഷൻ ആണ്, നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോർ എന്ന ചാപ്റ്റർ നിങ്ങൾ എന്തായിരിക്കും പക്കാ പഠിച്ചിരിക്കണം. അല്ലാതെ വെറുതെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉപകാരം പെടില്ല. കാരണം നിങ്ങൾ ഈ തിയറിക്കൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒബ്ജക്റ്റീവ് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിലേക്ക് നോക്കാം. ഒരു ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താണ്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, രണ്ടാമത്തത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഒന്നാമത്തത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറും രണ്ടാമത്തത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് തന്നെ അതിലൊരു അനദർ ക്ലാസിഫിക്കേഷൻ ആണ് ഡീപ് ബാർ ഓർ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, നമുക്കറിയാം സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിലും സ്റ്റേറ്റർ എന്താണ്? വൈൻഡിങ് ആണ്. പക്ഷെ റോട്ടോറിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ, റോട്ടോറിന്റെ നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറും തമ്മിൽ വ്യത്യസ്തത ഉണ്ട്. കാരണം സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലെ റോട്ടോർ എന്ന് പറയുന്നത് കോപ്പർ ബാറുകൾ സ്ലോട്ടിൽ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ രണ്ട് എൻഡ് ഷോർട്ട് ചെയ്താണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റേറ്ററിൽ എന്താണോ ഉള്ളത്, സ്റ്റേറ്ററിൽ എന്താണ് വൈൻഡിങ് ആണുള്ളത് അല്ലെ, അതേപോലെ തന്നെയാണ് റോട്ടോറിലും വൈൻഡിങ് ആണ്. ഓക്കെ, അതാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ നമുക്ക് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മളൊരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു മാറ്റങ്ങളും പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ ഇതിലൊരു ഡീപ് ബാർ ഒരു ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ തന്നെ നമ്മൾ ഒരു കോപ്പർ ബാറുകളാണ് സ്ലോട്ടിൽ അറേഞ്ച് ചെയ്യുന്നത് പറയുന്നുണ്ട്. പക്ഷെ ആ കോപ്പർ ബാറുകൾ തന്നെ രണ്ട് തരം കോപ്പർ ബാറുകൾ സ്ലോട്ടിൽ രണ്ട് തട്ടുകളിലായി ലെയറുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടുന്ന ഒരു മെത്തേഡാണ് ഡീപ് ബാർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ,
ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. പക്ഷെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഞാൻ പറഞ്ഞു റോട്ടോറിൽ എന്താണ് വൈൻഡിങ് ആണ്. ഓക്കെ, ആ റോട്ടോറിലെ വൈൻഡിങ്ങിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ആയിരിക്കും റോട്ടോറിൽ ഉണ്ടാകാം. അതിന്റെ സ്റ്റാർ എൻഡ് പോയിന്റുകൾ, ആ 3 എൻഡ് പോയിന്റുകളിൽ എന്ത് ചെയ്യാം? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എന്താണ് ഉപയോഗം എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ ക്ലിയർ ആകും. കാരണം ഈ ഒരു ടി സ്റ്റാർട്ടിംഗ് എന്ന് പറയും, ടോർക്ക് അറ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഈ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കെ എന്നൊരു കോൺസ്റ്റന്റ് ആണ്, എസ് എന്നത് സ്ലിപ്പ് ആണ്, ആർ ടു എന്നത് റോട്ടോർ റെസിസ്റ്റൻസ് ആണ്, എക്സ് ടു എന്നുള്ളത് റോട്ടോർ റിയാക്റ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം ഇത് ആർ ടു എന്നുള്ളത് ന്യൂമറേറ്റർ, അതായത് മുകളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ടുവിന്റെ വാല്യൂ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും. ഓക്കെ, അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റോട്ടോർ റെസിസ്റ്റൻസിലെ റോട്ടോർ വൈൻഡിങ്, അതായത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിലെ റോട്ടോർ വൈൻഡിങ്ങിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. സ്റ്റാറിൽ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. അങ്ങനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ റണ്ണിങ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കട്ടിംഗ് പൊസിഷനിലേക്ക് മാറ്റുകയും ചെയ്യും. ഓക്കെ, ഓൺലി സ്റ്റാർട്ടിംഗ് ടൈമിൽ മാത്രമേ നമ്മൾ ആ റെസിസ്റ്റൻസ് ഉപയോഗിക്കും. അത് ഓൺലി എവിടെയാണ് പോസിബിൾ ആകുക? റോട്ടോർ വൈൻഡിങ് ആയിരിക്കണം. റോട്ടോർ വൈൻഡിങ് എവിടെ ഉള്ളത്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ മാത്രമേ റോട്ടോറിൽ വൈൻഡിങ് ഉള്ളൂ. സ്ക്വിറൽ കേജിൽ എന്താണ്? അതൊരു ഷോർട്ടഡ് കോപ്പർ ബാറുകളാണ്. ഓക്കെ, അപ്പം നമ്മളെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഒരു ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ മറ്റൊരു പോയിന്റും കൂടി ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മൾ എവിടെയാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കേഷൻ ലെവലിൽ പോവുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ മാക്സിമം ടോർക്ക് വേണ്ടത്? ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങൾ ഒരു മാളിൽ പോവുകയാണെങ്കിൽ, ഓക്കെ, അവിടെ എന്ത് ലിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹൈ റൈസ് വലിയ വലിയ ബിൽഡിങ്ങിൽ പോവുകയാണെങ്കിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാവും. നോർമലി ലിഫ്റ്റ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം? ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, അതിൽ മാക്സിമം ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ആളുകൾ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന, ആ ലിഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ മാക്സിമം ലോഡിലാണ്. എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതിന് മാക്സിമം ടോർക്ക് ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവിടെയാണ് നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ, ഓക്കെ, നമ്മളൊരു കുറെ ലോഡ്, താഴ്ന്ന സിമന്റ്, മണൽ, അങ്ങനത്തെ ലോഡുകളൊക്കെ ഏറ്റവും മുകളിലെ തട്ടിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഒരു ഹോയിസ്റ്റ്, ഒരു മോട്ടോറും അതിന്റെ ഒരു അനുബന്ധ സാമഗ്രികൾ ഉണ്ടാവും. അവിടെയും നമ്മൾ നോർമലി ഉപയോഗിക്കുക സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. കാരണം അതിന് സ്റ്റാർട്ടിംഗ് ടൈമിൽ മാക്സിമം ടോർക്ക് വേണം. ഓക്കെ, അതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ആൻസർ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്രോളിംഗ് ഇൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് കോസ്ഡ് ബൈ ഹൈ ലോഡ്, ലോ വോൾട്ടേജ് സപ്ലൈ, ഹാർമോണിക് ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ, ഇംപ്രോപ്പർ ഡിസൈൻ ഓഫ് മോട്ടോർ. ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോറിൽ ക്രോളിങ്ങിന് കാരണമായത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. മലയാളത്തിൽ പറയുന്നത് ക്രോളിങ്ങിന് കാരണം. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഇയയുക എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡിൽ റൺ ചെയ്യുക. ഒരു മോട്ടോർ അതിന്റെ ചെറിയ സ്പീഡിൽ, സാധാരണ ഒരു 1500 RPM റൺ ചെയ്യുന്ന മോട്ടോർ ഒരു ചെറിയൊരു 500 400 RPM റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അതിനെന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കാം. അപ്പം അതിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി ഇംഗ്ലീഷിൽ നോക്കാം. സ്ക്വിറൽ കേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് എ ടെൻഡൻസി ടു റൺ അറ്റ് എ വെരി ലോ സ്പീഡ് കമ്പയർഡ് ടു ഇറ്റ് ഈസ് സിങ്ക്രണസ് സ്പീഡ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ക്രോളിംഗ്. നമ്മൾ ഒരു സിങ്ക്രണസ് സ്പീഡിനെ കമ്പയർ ചെയ്തിട്ട് അതിന്റെ മോട്ടോർ വളരെ സ്ലോ സ്പീഡ് റൺ ചെയ്യുന്നതിനാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ സാധാരണയായി ആ ഒരു ലോ സ്പീഡ് എന്ന് പറയുന്നത് 1/7 ഓഫ് സിങ്ക്രണസ് സ്പീഡ്. ഒരു 1500 ആണ്, 1500 ഡിവൈഡ് ബൈ എ, ഒരു 200 സംതിങ് സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക ആ മോട്ടോർ ഓടുക. അതിനാണ് ഈ ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്ക് എപ്പോഴില്ല, ചില സമയത്ത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ക്രോളിംഗ്. ഓക്കെ, ഇതിലൊരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിങ്ക്രണസ് സ്പീഡ്. അപ്പൊ അതിന് ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ, എന്താണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് NS is equal to 120F/P. അത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ 120F/P എന്ന് പറഞ്ഞത്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ, നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ് എഫ്.
പി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് എത്ര പോളിനാണോ ഡിസൈൻ ചെയ്തത് ആ നമ്പർ ഓഫ് പോളിനെയാണ് പി എന്ന് പറയും. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, പെർട്ടിക്കുലർ വൈൻഡിങ്ങിലേക്ക് ഒരു പെർട്ടിക്കുലർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സിങ്ക്രണസ് സ്പീഡ് സെയിം ആയിരിക്കും. അപ്പൊ എന്താണ് സിങ്ക്രണസ് സ്പീഡ് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പൊ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്റ്റേറ്ററിലേക്ക് ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ 3 ഫേസ് സപ്ലൈ കാരണം ആ ഇൻഡക്ഷൻ മോട്ടോറിലെ സ്റ്റേറ്റർ വൈൻഡിങ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എയർ ഈ സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിലായിരിക്കും എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അതൊരു സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെയാണ് നമ്മൾ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണയായി നമ്മൾ ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് ഒരു ഫ്രീക്വൻസി കൊടുത്ത് ഒരു പെർട്ടിക്കുലർ സ്പീഡിലായിരിക്കും ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിന്റെ റോട്ടോറിൽ എന്തുണ്ടാവും, ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുകയും, ഓക്കെ, ഇ എം എഫ് ഫാരഡേസ് ലോ പ്രകാരം ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇ എം എഫ് എന്താ സർക്യൂട്ട്, ആ റോട്ടോർ സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിലൂടെ ഒരു കറണ്ട് പോകാൻ കാരണമാവുകയും അതിലൊരു ടോർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽ പോലുള്ള ഒരു ടോർക്ക് ഉണ്ടാവും. ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ടോർക്ക് ഉണ്ടാവുകയും ഈ റോട്ടോർ എന്ത് ചെയ്യുകയും ചെയ്യും, റണ്ണ് ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാരണം, ഈ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിലൊരു ഇ എം എഫ് ഉണ്ടാകും. അപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ലെൻസസ് ലോ പ്രകാരം ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ഈ റോട്ടോറും തമ്മിലുള്ള ഒരു റിലേറ്റീവ് സ്പീഡ് കാരണമാണ് റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെൻസസ് ലോ പ്രകാരം ഈ റോട്ടോർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അത് എന്തിനെ ചെയ്യും, ഈ റിലേറ്റീവ് സ്പീഡിനെ ഇല്ലാതാക്കാൻ നോക്കും. കാരണം വെച്ചാൽ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ റോട്ടോർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പക്ഷെ ഒരിക്കലും ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ റോട്ടോർ എത്തിപ്പെടില്ല. ഓക്കെ, ആ ഒരു വർക്കിംഗ് ആണ്. അതിൽ തന്നെ ഒന്ന് പറയുന്നത് ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും ഒരു സിങ്ക്രണസ് സ്പീഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതാണ് ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു 1500 RPM റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ അത് ആക്ച്വൽ ആണ്. എന്നാലും ചില ഹാർമോണിക്സ്, നല്ല ഫ്ലക്സുകൾ 1500 RPM ചില ഹാർമോണിക്സ്, അതിൽ തന്നെ ചില പ്രശ്നക്കാരുള്ള ഫ്ലക്സുകൾ ഉണ്ടാവും. ആ ഫ്ലക്സുകൾ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക, ചിലപ്പോൾ 200 RPM, ചിലപ്പോൾ 400 RPM. ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് 1500 RPM റൊട്ടേറ്റ് ചെയ്യുക. ചില ഹാർമോണിക്സ് ആയുള്ള ഫ്ലക്സുകൾ അത് 200, 300, 400 ഒക്കെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ചിലപ്പോൾ റോട്ടോർ എന്ത് ചെയ്യും, ഈ 200, 300, 400 ഒക്കെ ഹാർമോണിക്സ് ആയിട്ടുള്ള ഈ ഫ്ലക്സുകൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ആക്ച്വലി റോട്ടോർ നമ്മുടെ സിങ്ക്രണസ് സ്പീഡായ ആക്ച്വൽ ഫ്ലക്സിന്റെ സ്പീഡായ 1500 RPM ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ചില സമയങ്ങളിൽ അതെന്ത് ഇതിന് ഹാർമോണിക്സ് ഫ്ലക്സിന്റെ സ്പീഡിനെ ഫോളോ ചെയ്യും. ആ ഫോളോ ചെയ്യുന്ന ചിലപ്പോൾ 250 RPM ഉള്ള ഒരു ഫ്ലക്സിനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക ചെറിയ 250ന്റെ ചോടെയുള്ള സ്പീഡിലായിരിക്കുമല്ലോ. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോളിംഗ് ആണ്. അപ്പൊ അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഫ്ലക്സിന് പുറമെ ഹാർമോണിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ ഹാർമോണിക് ഫ്ലക്സിന്റെ സ്പീഡിനെ നമ്മൾ റോട്ടോർ ഫോളോ ചെയ്യുന്ന നേരം റോട്ടോർ ചെറിയ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഈ ക്രോളിങ്ങിന് കാരണം. അപ്പൊ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഹാർമോണിക്സ് ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ ആണ്. ആ മോട്ടോറിൽ ഹാർമോണിക് ഫ്ലക്സ് ഉണ്ടാവും. അതാണ് ഈ ക്രോളിങ്ങിന് കാരണം. നമ്മളെ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യണം. ക്രോളിങ് ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കും. ചിലപ്പോൾ എത്ര സ്പീഡ്, ഒരു 1/7 സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്ന നേരം എന്താണ് അതിന്റെ ഫിനോമിന എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാർട്ടർ ഇൻ ദ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ടു, ഓപ്ഷൻ എ കൺട്രോൾ ദ സപ്ലൈ വോൾട്ടേജ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദ മോട്ടോർ, ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്, കൺട്രോൾ ദ സ്പീഡ് ഓഫ് മോട്ടോർ. നമുക്കറിയാം ഒരു ഉപയോഗം, ഒരു ഇൻഡക്ഷൻ മോട്ടോർ, നമ്മൾ ഏതൊരു ഇൻഡക്ഷൻ മോട്ടോർ എടുക്കുകയാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തത്. ഒരു സ്റ്റാർട്ടറിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഏത് തരം സ്റ്റാർട്ടറുകൾ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടർ എന്ന് ഉപയോഗിക്കുന്നതിനാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അറിയാം. സ്റ്റാർട്ടർ ഉപയോഗിക്കുന്ന സാധാരണ രീതിയിൽ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാനാണ്. എന്താണ് ഉപയോഗിക്കുന്നത്, സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാനാണ്. പക്ഷെ നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടോർ 5 HP വരെയുള്ള 5 ഹോഴ്സ് പവർ വരെയുള്ള മോട്ടോറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, വളരെ അധികമായിരിക്കില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് സാധാരണ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു മോട്ടോർ ഓൺ ചെയ്യുന്ന നേരം
എന്ത് ചെയ്യും, ടോട്ടൽ വോൾട്ടേജ് ഡിം ആവും. കാരണം ആ മോട്ടോറിന്റെ അടുത്ത് കൂടുതൽ കറണ്ട് എടുക്കുന്നത് കൊണ്ട് സർക്യൂട്ട് ടോട്ടൽ വോൾട്ടേജ് ഡിം ആവുന്നതാണ് കാരണം. അതുപോലെ അത് സാധാരണ 5 HP വരെയുള്ള മോട്ടോറിന് സ്റ്റാർട്ടിംഗ് കറണ്ട് 1 to 1.5 ടൈംസ് ഒക്കെ വരും. നമ്മളൊരു 5 ആംപിയർ മോട്ടോർ ആണെങ്കിൽ ഒരു 5-6 ആംപിയർ ഒക്കെ സ്റ്റാർട്ടിംഗ് ടൈമിൽ എടുക്കും. പക്ഷേ നിങ്ങളൊരു ഇൻഡസ്ട്രിയിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ വലിയ മോട്ടോർസുകളാണ് ഉണ്ടാകാം. അപ്പൊ അതിന്റെ റേഞ്ച് ഒരു പക്ഷേ എന്ത് ചെയ്യും, 5 HP മുകളിലായിരിക്കും. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാർട്ടർ ഉപയോഗിക്കും. ഈ സ്റ്റാർട്ടർ എന്ത് ചെയ്യും, ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കും. കാരണം 5 HP മുകളിലുള്ള മോട്ടോർ സ്റ്റാർട്ടിംഗ് ടൈമിൽ 5 to 6 ടൈം, ഒന്നുകൂടി നോക്കാം, 5 to 6 ടൈംസ് എന്ത് ചെയ്യും, മോർ കറണ്ട് എടുക്കും. റേറ്റഡ് കറണ്ടിനേക്കാളും 5 to 6 മടങ്ങ് അധികം കറണ്ട് എടുക്കും. അപ്പൊ 5 to 6 എന്ന് പറഞ്ഞാൽ ഒരു 5 ആംപിയറിന്റെ മോട്ടോർ ആണെങ്കിൽ അതൊരു 25-30 ആംപിയർ സ്റ്റാർട്ടിംഗ് ടൈമിൽ എടുക്കും. എന്താണ് ഇതിന്റെ പ്രശ്നം? ഈ 25-30 ആംപിയർ നമ്മൾ സ്റ്റേറ്ററിലേക്ക് എടുക്കുകയാണ്. അപ്പൊ സ്റ്റേറ്ററിന്റെ കോപ്പർ വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യും. പക്ഷെ ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഇൻഡസ്ട്രിയിലാകുമ്പോൾ നമ്മൾ മോട്ടോർ കണ്ടിന്യൂസ് ആയി ചില സമയത്ത് ഓൺ ഓഫ്, ചില സമയത്ത് അങ്ങനെ നമ്പർ ഓഫ് ടൈംസ് കൂടുതൽ തവണ ഓണും ഓഫും ചെയ്യല്ല മോട്ടോർ. അപ്പം ഈ കൂടുതൽ തവണയും ഈ ഒരു പെർട്ടിക്കുലർ കറണ്ട് ഈ മോട്ടോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മോട്ടോറിന്റെ വൈൻഡിങ്ങിന് എന്ത് ചെയ്യും, അതിന്റെ നല്ല രീതിയിലല്ല, ഒരു കേടായ രീതിയിൽ ആ വൈൻഡിങ് കുറെ കാലം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈൻഡിങ് ഡാമേജ് ആകാൻ, കേടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടർ ഉപയോഗിക്കും. ഓക്കെ, അതില് നമ്മൾ ഞാൻ പറഞ്ഞു 5 HP വരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു DOL സ്റ്റാർട്ടർ ആണ് ഉപയോഗിക്കുക. ഇത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പം ഇതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ DOL സ്റ്റാർട്ടറിൽ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റിയും അറേഞ്ച്മെന്റും ഇല്ല. ഓക്കെ, അതിലുള്ളത് ആകെ ഒരു ഓവർ കറണ്ട് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്ററിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഓവർ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ടാവും. ആ സ്ട്രിപ്പിന്റെ ആക്ഷൻ കാരണം എന്ത് ചെയ്യും, സർക്യൂട്ട് ഡിസ്കണക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോയിൽ ഉണ്ട്, അതിലെ പവർ കോണ്ടാക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോയിൽ കണക്ട് ചെയ്തിട്ട്, നോ വോൾട്ടേജ് കോയിൽ, ഒരു കോയിൽ ഉണ്ട്. ആ കോയിൽ ആക്റ്റീവ് ആകാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആവശ്യമാണ്. സാധാരണ നമ്മൾ 400 വോൾട്ട് ഇൻഡക്ഷൻ സപ്ലൈ ആണെങ്കിൽ അതൊരു 360 to 415 440 വോൾട്ടേജ് റേഞ്ചിലായിരിക്കും ആ കോയിൽ ആക്റ്റീവ് ആകുക. നിങ്ങൾ ഒരു 360ന്റെ താഴെ ഒരു 200 വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു 300 വോൾട്ടേജ് ആണ് കൊടുക്കുന്നെങ്കിൽ ആ കോയിൽ ആക്റ്റീവ് ആയില്ല, ആ കോണ്ടാക്ടർ കണക്ട് ആയില്ല, നിങ്ങൾ മോട്ടോർ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ ഒരു ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും മാത്രമാണ് DOL സ്റ്റാർട്ടറിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇത് നമ്മൾ സാധാരണ പൊടിമില്ലിലൊക്കെ കാണുന്ന സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണ്. അത് 5 HP to 15 HP വരെയുള്ള മോട്ടോറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് സാധാരണയായി ഡെൽറ്റ കണക്റ്റഡ് ആണ് ഉണ്ടാകുക. ആ ഡെൽറ്റ കണക്റ്റഡിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സ്റ്റാറിലേക്ക് മാറ്റും. ഓക്കെ, നമ്മൾ ആ സ്റ്റാർട്ടറിൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും, സ്റ്റാറിലേക്ക് മാറ്റി റണ്ണിങ് ടൈമിൽ ഡെൽറ്റയിലേക്ക് മാറ്റും. അപ്പോൾ സ്റ്റാറിൽ കണക്ട് ചെയ്യുന്ന നേരം നമുക്കറിയാം ഡെൽറ്റയിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3 ആണ് സ്റ്റാറിലെ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് 1/√3 ആയിട്ട് കുറയും. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് 1/3 ആയിട്ട് കുറയും. ഇപ്പോൾ ഒരു 30 ആംപിയർ സ്റ്റാർട്ടിംഗ് ടൈമിൽ എടുക്കുന്ന മോട്ടോർ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ആംപിയർ മാത്രമേ എടുക്കും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ 15 HP മുകളിലുള്ള മോട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ്. എന്താണ് ഉപയോഗിക്കുക? ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ്. 15 HP മുകളിലുള്ള മോട്ടറാണ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ റോട്ടോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തിന്? സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടാൻ. അപ്പൊ അവിടെ റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എന്ന വേറൊരു പ്രത്യേകതരം സ്റ്റാർട്ടർ ഉണ്ട്, അതാണ് ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാർട്ടർ എന്താണ്? ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A star delta starter of an induction motor. Insert a resistance in the stator circuit. Insert a resistance in the rotor circuit. Change the direction of the rotation of the motor. Applied reduced voltage to the starter at the start. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് ഓക്കെ നമ്മൾ നേരത്തെ നോക്കി പറഞ്ഞു. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്താ ചെയ്യുന്നത്? ഒരു വൈൻഡിങ്ങിന് സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അറിയാം ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ് അല്ലെ? സ്റ്റാർ കണക്ഷനിൽ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ബൈ √3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്?
സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഫേസിൽ ഒരു ഫേസ് വോൾട്ടേജ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് 1/√3 ടൈംസ് എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത്. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 1/3 ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഓപ്ഷൻ പെട്ടെന്ന് നമ്മൾ പറയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈഡ് റെഡ്യൂസ്ഡ് വോൾട്ടേജ്, നമ്മൾ വോൾട്ടേജ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാണ് ടു ദ സ്റ്റാർട്ടർ അറ്റ് ദ സ്റ്റാർട്ടിങ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടർ ചെയ്യുന്ന പർപ്പസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ കേസ് ഓഫ് സിംഗിൾ ഫേസിംഗ് ഒക്കേറി ഓൺ ദ റണ്ണിംഗ് പൊസിഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ, ദ മോട്ടോർ വിൽ പ്രൊഡ്യൂസ് ഫ്ലക്ച്വേറ്റിംഗ് സ്പീഡ്, ഫെയിൽ ടു സ്റ്റാർട്ട്, ഫെയിൽ ടു ക്യാരി ലോഡ്, ഡ്രോ അൺബാലൻസ്ഡ് ആൻഡ് എക്സസീവ് കറണ്ട്. എന്ന് വെച്ചാൽ ഒരു റണ്ണിംഗ് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിംഗിൾ ഫേസിംഗ് എന്ന പ്രതിഭാസം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളത്. അതിന് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സിംഗിൾ ഫേസിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The three-phase motor must be connected to rated voltage and load for proper working. If due to some reasons one phase of the motor gets disconnected, the motor will continue to run from the active two phases supply. This is called a single phase. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 3-phase സപ്ലൈ, നിങ്ങൾ ഒരു 3-phase വൈൻഡിങ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ 3-phase മോട്ടറിൽ കണക്ട് ചെയ്ത്, ഓക്കെ, അതിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒരു ഫേസ് കട്ടായി, വൈബിൽ 6 കട്ടായി കഴിഞ്ഞാൽ വൈയും ബിയും ഫേസ് എന്ത് ചെയ്യും, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, മോട്ടോർ ബാക്കിയുള്ള സപ്ലൈ എടുക്കുക. ഇങ്ങനെ വൈ ബി ഫേസ് നിന്നാണ് സപ്ലൈ എടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രതിഭാസം, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ അതിനെയാണ് സിംഗിൾ ഫേസിംഗ് എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ഈ മോട്ടോർ 2 ഫേസ് ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ, പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ ഫേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, loss of current from one phase the current flowing through the remaining two phase increases. അപ്പോൾ നമ്മളിപ്പം ഒരു ഫേസ് എന്നുള്ള സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഫേസ് നിന്ന് എടുക്കുന്ന കറണ്ടിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ബാക്കി 2 ഫേസ് നിന്ന് എടുക്കുന്ന കറണ്ട് കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. എന്താ ചെയ്യുന്നത്, ഡ്രോ അൺബാലൻസ് ആണ് എക്സസീവ് കറണ്ട്. ഓക്കെ, അതാ പറഞ്ഞത്, നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ഫേസ് കട്ട് ചെയ്താൽ ബാക്കിയുള്ള 2 ഫേസ് നിന്ന് എടുക്കുന്ന കറണ്ട് എന്ത് ചെയ്യും, എക്സസീവ് കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അൺബാലൻസ്ഡ്, സാധാരണ നമ്മൾ സ്റ്റാറോ ഡെൽറ്റ ആണെങ്കിൽ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഏതെങ്കിലും ഒരു ഫേസ് കട്ട് ചെയ്താൽ അതിന് എന്ത് ചെയ്യും, അൺബാലൻസ്ഡ് കണ്ടീഷൻ വരികയും ചെയ്യും. അതിന്റെ എക്സസീവ് കറണ്ട്, അൺബാലൻസ്ഡ് ആൻഡ് എക്സസീവ് കറണ്ട് എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് കൂടെ പാസ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതില് നമ്മൾ ഒരു ഓവർലോഡ് റിലേ എന്നൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഓവർലോഡ് റിലേ? ഓൾ ദ 3 phases of the motor are fitted with an overload relay. If there is any increase in the value of the current, then the relay activate automatically and the motor trips. നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു സിംഗിൾ ഫേസിങ്ങിന്റെ തടയാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഒരു ഓവർലോഡ് റിലേ എന്ന സംഭവം. ഈ ഓവർലോഡ് റിലേ എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 ഫേസ്, ഓരോ ഫേസിലും ഈ ഓവർലോഡ് റിലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു ആർ ഫേസ് ഒരു 3 ആംപിയർ, വൈ ഫേസ് ഒരു 3 ആംപിയർ, ബി ഫേസ് ഒരു 3 ആംപിയർ ആണ് എടുക്കുന്നത്. ഓക്കെ, ഓവർലോഡ് വയ്യാ പോകുന്നത്. നമ്മൾ സിംഗിൾ ഫേസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ആർ ഫേസ് കട്ട്, അപ്പോൾ വൈയും ബിയിൽ നിന്നും കൂടുതൽ കറണ്ട് എടുക്കും. അപ്പൊ 3 ആംപിയർ എടുക്കുന്ന നോർമൽ കണ്ടീഷനിൽ ഒരു 5 ആംപിയർ 6 ആംപിയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഓവർലോഡ് റിലേ എന്ന സംഭവം ആക്ടിവേറ്റ് ചെയ്ത് ഇതിന്റെ മെയിൻ സപ്ലൈ എന്ത് ചെയ്യും, ട്രിപ്പ് ആക്കും. അതിനാണ് നമ്മൾ ഓവർലോഡ് റിലേ ഉപയോഗിക്കുന്നത്. ഓക്കെ, സിംഗിൾ ഫേസിംഗ് സമയത്ത് നമ്മൾ ഓവർലോഡ് റിലേ ഉപയോഗിക്കുന്നത് അതിനാണ്. ഓക്കെ, നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ 3-phase induction motor running at slip S, the mechanical power developed in terms of air gap power is. ഓക്കെ, എയർ ഗ്യാപ്പ് പവർ പി ജി ഈസ്. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡക്ഷൻ മോട്ടോർ റൺ ചെയ്യുന്ന സ്ലിപ്പ് എന്ന് പറഞ്ഞത് എസ്. ഓക്കെ, ദ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ടേംസ് ഓഫ് എയർ ഗ്യാപ്പ് പവർ. ഈ മെക്കാനിക്കൽ പവർ എന്ന റോട്ടോർ പവർ ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഓപ്ഷൻ S-1 ഇൻറ്റു പി ജി, അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ പോവാം. ഓക്കെ, ഇത് നോക്കൂ, ഇതൊരു പവർ ഫ്ലോ ഡയഗ്രാം ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. അപ്പൊ ഇൻഡക്ഷൻ മോട്ടോറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പവർ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു പവർ ഫ്ലോ ഡയഗ്രാം നിങ്ങളെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കറക്റ്റ് ആണെങ്കിൽ, ഒരു ഒട്ടുമിക്ക ഇൻഡക്ഷൻ മോട്ടോറിന്റെ
പ്രോബ്ലങ്ങളും ഓക്കെ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. നമ്മളൊരു മോട്ടോർ ഇൻപുട്ട് ഒരു സ്റ്റേറ്റർ ഇൻപുട്ട് ആണ്, ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്റ്റേറ്ററിലേക്കാണല്ലോ നമ്മൾ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഈ പി എന്ന് പറയുന്നത് മോട്ടോറിന്റെ ഇൻപുട്ട് ആണ് ഓക്കെ, അതായത് സ്റ്റേറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ സ്റ്റേറ്ററിലേക്ക് കൂടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ സ്റ്റേറ്ററിൽ കുറച്ച് ലോസുകൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് അയൺ ലോസുകളും കോപ്പർ ലോസുകളുമാണ്. അയൺ ലോസ് അതിന്റെ അതിന്റെ കോറിൽ ഉണ്ടാകുന്ന ലോസുകൾ അയൺ ലോസ് എന്നും അതിന്റെ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസുകൾ ഉണ്ടാവും. അപ്പം സ്റ്റേറ്ററിൽ ഇൻപുട്ട് ഒന്ന് കോപ്പർ ലോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് സ്റ്റേറ്റർ ഔട്ട്പുട്ട് കിട്ടും ഓക്കെ. സ്റ്റേറ്റർ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റർ ഔട്ട്പുട്ട് കഴിഞ്ഞാൽ പിന്നെ റോട്ടോറിലേക്കല്ല പോവുക, അതിന്റെ അടുത്ത് ചെറിയ എയർ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പൊ സ്റ്റേറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് നേരെ റോട്ടോറിലേക്കല്ല വരുന്നത്, അപ്പോൾ അതിന് റോട്ടോർ ഇൻപുട്ട് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എയർ ഗ്യാപ്പ് പവർ എന്ന് പറയും, കാരണം സ്റ്റേറ്റർ ഔട്ട്പുട്ട് നമ്മൾ എയറിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് റോട്ടോറിലേക്ക് പോകുമ്പോൾ, അപ്പൊ അതിനെ എയർ ഗ്യാപ്പ് പവർ എന്നും പറയും ഓക്കെ, എയർ ഗ്യാപ്പ് പവർ എന്നും പറയും ഓക്കെ. അപ്പൊ സ്റ്റേറ്ററിൽ ഇൻപുട്ട് കൊടുത്ത് സ്റ്റേറ്ററിലെ കോപ്പർ ലോസും അയൺ ലോസും കഴിഞ്ഞിട്ട് സ്റ്റേറ്റർ ഔട്ട്പുട്ട് ഉണ്ടാവും. സ്റ്റേറ്റർ ഔട്ട്പുട്ടും റോട്ടോർ ഇൻപുട്ടും സെയിം ആയിരിക്കും. അതുപോലെ അത് തന്നെ ആയിരിക്കും എയർ ഗ്യാപ്പ് പവർ. അപ്പൊ ഈ റോട്ടോറിൽ എത്തിക്കഴിഞ്ഞാൽ റോട്ടോറിൽ മെയിൻ ആയിട്ട് കോപ്പർ ലോസ് ആണ് ഉണ്ടാകുക. അപ്പോൾ റോട്ടോർ കോപ്പർ ലോസ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റോട്ടോർ ഔട്ട്പുട്ട്, ആ റോട്ടോർ ഔട്ട്പുട്ട് ആണ് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഓർ ഗ്രോസ് റോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറയാം. ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഓർ ഗ്രോസ് റോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറയും. ആ റോട്ടോർ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് എവിടെ കിട്ടുക, ഷാഫ്റ്റിലാണ് കിട്ടുക. അതിനാണ് റോട്ടോർ ഔട്ട്പുട്ട് ഓർ മോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഓർ ഗ്രോസ് റോട്ടോർ ഔട്ട്പുട്ട് ആണ്. റോട്ടോർ ഔട്ട്പുട്ട് ഓർ മോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ ആണ്. അപ്പം ഈ റോട്ടോറിന് ഷാഫ്റ്റിലേക്ക് മാറുന്നവർ അതിന്റെ അടുക്ക് എന്ത് ബിയറിംഗ് വരും, റൊട്ടേഷൻ, ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ വരുന്നത് ഫ്രിക്ഷൻ വരും. അപ്പം പിന്നെ അതുപോലെ തന്നെ വിൻറ്റേജ് വരും. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബിയറിംഗ് ഉള്ളത് കൊണ്ട് ഫ്രിക്ഷൻ വരും, റൊട്ടേഷൻ ഉള്ളത് കൊണ്ട് വിൻറ്റേജ് ലോസും വരും. അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ റോട്ടോർ ഔട്ട്പുട്ട് കിട്ടും ഓക്കെ. ഇതൊരു ഫാർ ഫ്ലോ ഡയഗ്രാം ആണ്, സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ നമ്മൾ ഈ റോട്ടോർ കോപ്പർ ലോസ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, എസ് ഇൻറ്റു പി ടു, സ്ലിപ്പ് ഇൻറ്റു പി ടു. ഈ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മോട്ടോറിന്റെ സിങ്ക്രണസ് സ്പീഡിനെയും അതിന്റെ റോട്ടോറിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡിന്റെയും തമ്മിലുള്ള ഡിഫറൻസിനെ ഒരു പെർസെന്റേജിലേക്കാക്കി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യാം, സ്ലിപ്പ് എന്ന് പറയാം ഓക്കെ. അപ്പം ഈ സ്ലിപ്പ് ഇൻറ്റു പി ടു, ഈ റോട്ടോറിന്റെ ഇൻപുട്ട് പവറിനെ സ്ലിപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റോട്ടോർ കോപ്പർ ലോസ് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്ലിപ്പ് ഇൻറ്റു റോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റർ ഔട്ട്പുട്ട് റോട്ടോർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർ ഗ്യാപ്പ് പവർ സെയിം അല്ലേ. റോട്ടോർ ഇൻപുട്ട് പി ടു എന്ന് പറഞ്ഞാലും എയർ ഗ്യാപ്പ് പവറും സെയിം ആണ്. അപ്പൊ നമുക്ക് എസ് ഇൻറ്റു പി ടു എന്ന് പറയുകയും ചെയ്യാം, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ. എസ് എന്ന് പറയും സ്ലിപ്പാണ്. ഇതിന്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ 0 ആണ്. മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ ചിലപ്പം ചില കണ്ടീഷൻ നെഗറ്റീവ് ആവും. ഒരു മാക്സിമം വാല്യൂ 1 തന്നെയാണ് ഓക്കെ. മാക്സിമം വാല്യൂ 1 ആണ് ഓക്കെ. അപ്പൊ നമ്മൾ എസ് ഇൻറ്റു പി ടു ചെയ്യുന്നാൽ ബാക്കിയുള്ള വാല്യൂ എത്ര ഉണ്ടാകും, സ്ലിപ്പ് 1 മൈനസ് എസ് ആണ്. അപ്പൊ പി ടുവിന്റെ എസ് പാർട്ട് ഇവിടെ ലോസ് ആയി മാറി കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ 1 അല്ലേ, 1 മൈനസ് എസ് ഇൻറ്റു പി ടു നമുക്ക് എന്തായി മാറും, അതിന്റെ ഗ്രോസ് മെക്കാനിക്കൽ പവർ ആവും. എസ് ഇൻറ്റു പി ടു ലോസ് ആണെങ്കിൽ 1 മൈനസ് എസ് ഇൻറ്റു പി ടു എന്തായിരിക്കും, അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഗ്രോസ് മെക്കാനിക്കൽ പവർ. 1 മൈനസ് എസ് ഇൻറ്റു പി ടുവിന്റെ സ്ഥാനം നമുക്ക് എന്ത് ചെയ്യാം, പി ജി എന്നും കൊടുക്കുക. കാരണം പി ടുവും സെയിം ആണ്, റോട്ടോർ ഇൻപുട്ടും അതുപോലെ തന്നെ ഗിയർ ഗ്യാപ്പ് പവറും സെയിം ആയതുകൊണ്ട് 1 മൈനസ് എസ് ഇൻറ്റു പി ജി എന്നും കൊടുക്കാം. അപ്പൊ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് എസ് ഇൻറ്റു പി ജി, ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ഫാക്ടർ ഓഫ് ഹൈ സ്പീഡ് മോട്ടോർ കമ്പയർഡ് ടു ലോ സ്പീഡ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓക്കെ. സോ നമ്മൾ ഒരു ഇൻഡക്ഷൻ മോട്ടോറിലെ പല സ്പീഡിൽ, ചെറിയ സ്പീഡിൽ, ലോ സ്പീഡിൽ കറങ്ങും, മീഡിയം സ്പീഡിൽ കറങ്ങും, ഹൈ സ്പീഡിൽ കറങ്ങും. അപ്പൊ സാധാരണയായിട്ട് നമ്മളെ ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, കൂടും എന്നാണ് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നതിൽ കുറെ പറയാനുണ്ടാവും. അപ്പം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഓക്കെ. നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടാവും കരുതാം. അപ്പം പവർ ഫാക്ടർ ഓഫ് ഹൈ സ്പീഡ് മോട്ടറിന് പവർ ഫാക്ടർ എന്തായി കൂടുതലായിരിക്കും, കമ്പയർഡ് ടു ലോ സ്പീഡ് ഇൻഡക്ഷൻ നോക്കുമ്പോൾ ഹൈ ആയിരിക്കും. അപ്പൊ ഹൈ സ്പീഡ് മോട്ടോറിന് പവർ ഫാക്ടർ കൂടുതലായിരിക്കും. ലോ സ്പീഡ് മോട്ടോറിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡ് മോട്ടോറിന് എന്തായിരിക്കും, പവർ ഫാക്ടർ ഹൈ ആയിരിക്കും ഓക്കെ. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് 8. റോട്ടോർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ റൺസ് ഓൾവേസ് അറ്റ് സിംഗ്രണസ് സ്പീഡ്, അറ്റ് മോർ ദാൻ സിംഗ്രണസ് സ്പീഡ്, അറ്റ് ലെസ് ദാൻ സിംഗ്രണസ് സ്പീഡ്. നമ്മൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടോർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് അത് സിംഗ്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ്.
പക്ഷെ റോട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ സിംഗ്രണസ് സ്പീഡിന്റെ തൊട്ട് താഴെയുള്ള ഒരു സ്പീഡിലായിരിക്കും. ഒരിക്കലും അതിന്റെ മുകളിലായിരിക്കില്ല, അതിന്റെ താഴെയുള്ള ഒരു സ്പീഡിലേക്ക്. ഇത് ലെസ് ദാൻ സിംഗ്രണസ് സ്പീഡ്. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോയത്. സിംഗ്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ്, റിലേറ്റീവ് സ്പീഡാണ് ഇതിന്റെ റൊട്ടേഷന് കാരണം. അതുകൊണ്ട് ബോത്ത് രണ്ട് സ്പീഡും സെയിം ആയിരിക്കില്ല. രണ്ട് സ്പീഡും സെയിം ആയി കഴിഞ്ഞാൽ ഇഫ് ദ ബോത്ത് സ്പീഡ് ആർ സെയിം നോ റിലേറ്റീവ് സ്പീഡ് വിൽ ബി ദർ, മോട്ടോർ വിൽ സ്റ്റോപ്പ്. വെച്ചാൽ റിലേറ്റീവ് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് മോട്ടോർ സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും റോട്ടോറിന്റെ സ്പീഡും സിംഗ്രണസ് സ്പീഡും സെയിം ആയിരിക്കില്ല. അപ്പൊ റോട്ടോർ റൊട്ടേറ്റ് ചെയ്താണ് സിംഗ്രണസ് സ്പീഡിന്റെ താഴെ ആയിട്ടാണ് റോട്ടോർ സ്പീഡ്, റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക സിംഗ്രണസ് സ്പീഡിന്റെ താഴെ. അതിന്റെ ഡെഫിനിഷൻ ആണ്, നിങ്ങൾക്ക് വേണം ഒന്ന് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നേരത്തെ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താണ് റിലേറ്റീവ് സ്പീഡാണ് കാരണം എന്നൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ത്രീ ഫേസർ ഇൻഡക്ഷൻ മോട്ടോർ യൂഷ്വലി ഓപ്പറേറ്റ്സ് ഓൺ പവർ ഫാക്ടർ. ഓക്കെ, ഇതൊരു പ്രാക്ടിക്കൽ ബേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിപ്പം തിയറിറ്റിക്കലി ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കാൻ നമ്മൾ തിയറിറ്റിക്കലി കുറേ പഠിക്കും. പക്ഷേ ITI ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടുതൽ പഠിക്കുക. കൂടുതൽ പ്രാക്ടിക്കലൊക്കെ ചെയ്യുക നമ്മൾ ITI സെക്ഷനിലാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പം എക്സാമിൻ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രാക്ടിക്കലിൽ നമ്മൾ കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നവരാണ് എക്സ്പീരിയൻസ് ചെയ്യുക, ഫീൽ ചെയ്യുക. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഇൻഡക്ഷൻ മോട്ടോർ സാധാരണയായിട്ട് ഏത് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടോർ വൈൻഡിങ് ആണ്, ഒരിക്കലും ലീഡിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ ലീഡിലും യൂണിറ്റിലും ഒന്നും ഒരിക്കലും വർക്ക് ചെയ്യില്ല, അത് ലാഗിങ് കണ്ടീഷനിലായിരിക്കും. അതിൽ തന്നെ 0.8 ലാഗ് എന്നൊരു കണ്ടീഷനിലാണ് സാധാരണയായി ഒരു ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുക. ഇതൊരു കോമൺ തിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്തേക്കുക. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ യൂഷ്വലി ഓപ്പറേറ്റ്സ് ഓൺ പവർ ഫാക്ടർ 0.8 ലാഗിലാന്ന് മനസ്സിലാക്കുക. അത് 0.6, 0.8 ഒക്കെ ഉണ്ട്, 0.6 വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും സാധാരണയായി 0.8 ലാഗിലാണ് വർക്ക് ചെയ്യാറ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫിനോമിന ഓഫ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ sometime showing a tendency to run at about 1/7 of rated speed is known as. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്രോളിംഗ് എന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തു. ആ ഡെഫിനിഷന്റെ എന്താണ് പേര് എന്നാ ചോദിച്ചത്. നേരത്തെ ക്രോളിംഗ് എന്ന സംഭവത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചത്. ഇവിടെ ഇതിന് ഡെഫിനിഷൻ കൊടുത്താൽ എന്താ സംഭവിച്ചതാണ് ക്രോളിംഗ്. ക്രോളിംഗ് എന്നാണ് ഇൻഡക്ഷൻ മോട്ടോർ 1/7 ഓഫ് ഇതിന്റെ റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ക്രോളിംഗ് എന്ന് പറയാം. ഈ ഡാമ്പിംഗ്, കോഗിങ്, ഹമ്മിംഗ് ഒക്കെ വേറെ വേറെ പ്രോപ്പർട്ടി ഉണ്ട്. കോഗിങ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു നേരത്തെ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ 1/7 റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോളിംഗ് എന്ന് പറയാം. അപ്പൊ ക്രോളിംഗ് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ. ഓക്കെ,